Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all of you. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, prayer ചെയ്യട്ടെ. ചെയ്തോളൂ കേട്ടോ. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യമായി വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു, മാം. Then sign in. Sign in, Anna. Good morning, ma'am and my dear friend. Today signing with a small story in Malayalam. കുറുക്കനും കൊക്കും. മറ്റുള്ളവരെ പരിഹസിച്ച് വിരുദ്ധ കാട്ടുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന സൂത്രശാലിയായ ഒരു കുറുക്കനുണ്ടായിരുന്നു. തന്റെ തന്ത്രങ്ങളിൽ കുടുക്കി മറ്റുള്ളവർ വിഷണ്ണരാവുന്നത് കാണുന്നതായിരുന്നു അവന്റെ വിനോദം. അവൻ മറ്റുള്ള മൃഗങ്ങളെ സന്ദർശിക്കുകയും അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പതിവായിരുന്നു. അവരെത്തുമ്പോൾ എന്തെങ്കിലും വിരുത് കാട്ടി അവൻ അവരെ കളിയാക്കി വിടുമായിരുന്നു. ഒരിക്കൽ അവൻ ഒരു കൊക്കിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. കുറുക്കന്റെ നീച സ്വഭാവത്തെ കുറിച്ച് അറിവില്ലാതിരുന്ന കൊക്ക് ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ അവന്റെ വീട്ടിലെത്തി. കൊക്ക് എത്തിച്ചേർന്നപ്പോൾ കുറുക്കൻ പറഞ്ഞു, "സ്വാഗതം സുഹൃത്തെ, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ?" കുറുക്കൻ 2 പാത്രങ്ങളിലായി ചൂട് കഞ്ഞി വിളമ്പി. അവൻ പറഞ്ഞു, "എന്തൊരു വിശപ്പ്!" എന്നിട്ട് കഞ്ഞി നക്കി കുടിക്കാൻ തുടങ്ങി. "ആവശ്യത്തിന് എടുത്ത് കഴിക്കൂ ചങ്ങാതി," അവൻ കൊക്കിനോട് പറഞ്ഞു. എന്നാൽ കൊക്കിന് കഞ്ഞി കുടിക്കാനാവില്ല. നീണ്ട കൊക്കുകൾ കൊണ്ട് പാവം കൊക്ക് എന്ത് ചെയ്യും? അവൻ വിഷണ്ണനായി നിന്നു. കൊക്കിന്റെ ചമ്മൽ കണ്ടപ്പോൾ കുറുക്കൻ പൊട്ടിച്ചിരിച്ചു. കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കൊക്ക് തീരുമാനിച്ചു. അവൻ കുറുക്കനെ ക്ഷണിച്ചു. "താങ്കളുടെ മഹാമനസ്കതയ്ക്ക് എന്റെ നാമം കുളിർപ്പിക്കുന്നു. നാളെ എന്റെ വീട്ടിൽ തീർച്ചയായും ഡിന്നറിന് വരുമല്ലോ?" കൊക്ക് തന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. കുറുക്കൻ ചിന്തിച്ചു, "എനിക്ക് രസിക്കാനാകാത്ത മറ്റൊരു അവസരം കൂടി കിട്ടിയിരിക്കുന്നു." അടുത്ത രാത്രിയിൽ കുറുക്കൻ അത്താഴ സമയത്ത് കൊക്കിന്റെ വീട്ടിലെത്തി. കൊക്ക് പറഞ്ഞു, "വരൂ ചങ്ങാതി, എന്റെ അടുക്കള ജോലി ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. താങ്കൾക്കായി ഞാനൊരു സ്പെഷ്യൽ കരുതിയിട്ടുണ്ട്. നമുക്ക് ഡിന്നർ കഴിക്കാം." ആവേശഭരിതനായ കുറുക്കൻ തനിക്ക് തമാശയ്ക്കുള്ള എന്തെങ്കിലും ഒത്തുകിട്ടും എന്ന് കരുതി ഉദ്വേഗത്തോടെ കാത്തുനിന്നു. ഇടുങ്ങിയ കഴുത്തുള്ള 2 നീണ്ട ജാറുകൾ കഞ്ഞി വിളമ്പി വെച്ചിരുന്നത് കണ്ട് അവൻ വിളറിപ്പോയി. കഞ്ഞി മതിവരുവോളം കുടിച്ചു തീർത്ത് കൊക്ക് പറഞ്ഞു, "ചങ്ങാതി, മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തി ആനന്ദിക്കുന്നതിലാണോ രസം? നോക്കൂ, എത്രമാത്രം പരാജിതനാണ് താങ്കൾ ഇപ്പോൾ. ജീവിതം മനസ്സിലാക്ക്. സുഹൃത്ത് ദുഃഖിച്ചു ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാവുന്നതല്ല." കുറുക്കൻ തന്റെ നീച പ്രവൃത്തികളോർത്തുകൊണ്ട് നിശബ്ദനായി നടന്നുപോയി. ഇതിൽ നിന്നും നമുക്കൊരു ഗുണപാഠം ലഭിക്കുന്നുണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തന്നെയായിരിക്കും നമ്മൾക്ക് തിരിച്ചു കിട്ടുക.
വിത്ത് സൈനിങ് ബൈ സൽമ. ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു മാം. Then thought of the day. Yes, ma'am. Now, same a small thought. The most powerful thing in life is our thinking, which has ability to change any situation. Thank you. Have a nice day. ഇന്ന് കുറവാണല്ലോ ആളുകള്, സ്റ്റുഡൻസ് കുറവാണല്ലോ. ട്രെയിനിങ്ങിന് പോയില്ല. ട്രെയിനിങ്ങിന് പോയല്ലേ? ആ ഓക്കെ. ഇന്ന് വിദ്യാഭ്യാസ ബന്ധാണ് മാം, ഞാൻ അതുകൊണ്ട് പോയില്ല. എനിക്കും ഇല്ല മാം, ഇന്ന് എനിക്കും അവധിയാ. നാളെ പോണം പക്ഷെ. അതെല്ലേ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് പോയിട്ട് രണ്ടുപേരും? നല്ല രസാണോ മാം അവിടെ? അതെ. അതെ മാം. റോഷ്നിയുടെ പറയാമോ? റോഷ്നി. യെസ് മാം. പക്ഷെ നമ്മളെ ഈ ഗിൽറ്റർ പേപ്പറിലൊക്കെ ഉണ്ടാക്കിയ 1, 2, 3, 9 വരെയൊക്കെ ഇല്ലേ, ആ പിള്ളേർക്കൊക്കെ 100 വരെയൊക്കെ അറിയാം. അപ്പൊ നമുക്ക് അതൊന്നും ആവശ്യം വന്നില്ല. പിന്നെ ഷേപ്പിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവരെ കാണിച്ചു കൊടുത്തപ്പോ അവർക്ക് പെട്ടെന്ന് സന്തോഷമായി. ഷേപ്പ് പഠിപ്പിച്ചപ്പോ സ്ക്വയറും അതൊക്കെ കാണിച്ചപ്പോ സർക്കിളും ഒക്കെ. പിന്നെ ഞാൻ പിസ്താഷ്യലിൽ വെച്ച് 1, 2, 3 എഴുതി കൊണ്ടുപോയി. അവരെ കൊണ്ട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതും അവർക്ക് സന്തോഷമായി. ചിലതൊക്കെ നമുക്ക് നല്ല ഉപകാരപ്പെടുന്നുണ്ട്. ചിലതൊക്കെ ഹെൽപ്ഫുൾ ആണല്ലേ? ചിലതൊക്കെ അവര് അഡ്വാൻസ്ഡ് ആ. പിള്ളേരെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടാണല്ലേ ഇപ്പൊ വിടുന്നതൊക്കെ. ഷേപ്സ് ഒക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? ഷേപ്സ് ഉണ്ട് മാം, ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. തനുജ പറഞ്ഞോളൂ കേട്ടോ. മാം, നമുക്ക് ഈ ചെയ്യുന്ന വർക്കുകളൊന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. അവര് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അവര് ബോർഡിൽ ഇപ്പം ഇംഗ്ലീഷ് എഴുതുന്നെങ്കിൽ 4 ലൈനിന്റെ 4 ലൈൻ വരച്ചിട്ട് അതില് ബോർഡിൽ അവരെ വരച്ച് കാണിച്ചിട്ട് അങ്ങനെ പിന്നെ റഫ് വർക്ക് ചെയ്യിച്ച് നമ്മളിപ്പോ ഹെൽപ്പ് ചെയ്യണം അടുത്ത് ചെന്നിട്ട്. പിന്നെ എന്നിട്ട് ഫെയർ ആയിട്ട് ഹോംവർക്ക് ബുക്കിലും നമ്മളെ എഴുതാൻ അറിയാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലൊക്കെ പിടിച്ചെഴുതിക്കണം. പിന്നെ തന്നെ ചെയ്യുന്നവരെ കൊണ്ട് ബുക്ക് കൊടുത്തങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ ഫ്രീ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. അപ്പൊ ഇവര് ബഹളം വെക്കാതിരിക്കാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുക തന്നെ. അപ്പൊ ആ സമയത്ത് ഞാൻ ഏതെങ്കിലും ആക്ഷൻ സോങ് ഇട്ട് ഇങ്ങനെ പാടിക്കൊടുക്കും. അപ്പൊ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വെച്ചുകൊണ്ട് ആരും ഹായ് പറയും, ഓടി വന്ന് കെട്ടിപ്പിടിക്കും. നല്ല സ്നേഹമാണ് എല്ലാവരും. നല്ല രസമാണ്. അവിടെ പോരാൻ തോന്നില്ല അവിടുന്ന്. ചില സ്കൂളിൽ പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാണിക്കാൻ പറ്റും തോന്നുന്നു വർക്കുകളെ. ചോദിച്ചായിരുന്നു. അപ്പൊ കൊണ്ടുവന്ന് കാണിക്കുന്നെങ്കിൽ കാണിക്കാന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് താല്പര്യം ഇല്ല അവർക്ക്. ഞാൻ ഇന്നലെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ആൽഫബറ്റ് കാർഡൊക്കെ കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് അതൊരു താല്പര്യം ഇല്ല അത് കണ്ടിട്ട്. അവരെഴുതി എപ്പോഴും അങ്ങ് എഴുതുകയാണ്. പിന്നെ ചെയ്യാനായിട്ടുള്ള വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, മാത്സിന്റെ ഒക്കെ ആണെങ്കിൽ 5 ഒക്കെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ, കൗണ്ട് ചെയ്ത് എഴുതാൻ, അവർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇനി വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ? റോഷ്നി എന്താ പറഞ്ഞോളൂ. പിന്നെ പിള്ളേർക്കൊക്കെ നല്ല അറിവാ, നല്ല സ്നേഹമൊക്കെ ഉള്ള പിള്ളേരാ. പണ്ടത്തെ പോലല്ല. ഇവർക്ക് 5 വയസ്സൊക്കെ ഉള്ള, എന്നാലും നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ഞാനാണേലേ ആദ്യത്തെ ദിവസം ഒരു പർപ്പിൾ സാരി അതിന്റെ പോലെ ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പൊ മിസ്സിന് സാരിയുടെ കൂടെ കിട്ടിയതാണോ ചെരുപ്പ് എന്നൊക്കെ ചോദിച്ചു. നല്ല സ്നേഹം. എല്ലാവർക്കും എല്ലാം അറിയാം. നമ്മള് കുപ്പി ബോട്ടില് ഫുഡൊക്കെ കഴിക്കുമ്പോ ഇച്ചിരിയൊക്കെ ആക്കുമെങ്കിലും തനിയെ തുറന്ന് നല്ല വൃത്തിയായിട്ട് കഴിയും. നമുക്ക് കൊതി വരും അന്നേരം. അവര് എല്ലാം നല്ല നീറ്റായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആന്റി ഉണ്ട് ക്ലാസ്സിൽ. ഇവര് ഇവര് എപ്പോഴും കള്ളത്തരം പറഞ്ഞ് വയറുവേദന, വീട്ടിൽ പോകണമെന്നൊക്കെ അങ്ങ് പറയും, അമ്മയെ കാണണമെന്നൊക്കെ. അപ്പൊ ആ ആന്റി നമ്മളെക്കാട്ടി പേടി ആന്റിയെ. നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടല്ലേ നിക്കത്തോള്. ആന്റി അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞാൽ അത് കേൾക്കും. പിന്നെ നമ്മള് ഡാഡി അങ്ങനെയൊന്നും വിളിക്കരുത്. പിന്നെ നമ്മള് അവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ കുട്ടികളുടെ അടുത്ത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. അങ്ങനെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് നോയ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ? നോയ്സ് പറഞ്ഞില്ലേ? നോയ്സ്
പറഞ്ഞു. പറഞ്ഞായിരുന്നു അല്ലെ. ഇനി ഒരു 3 പോയിന്റ്, 3 ഒരു 4 പോയിന്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്തേ, എന്നിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആരാ റീഡ് ചെയ്യാ? 4 പോയിന്റ് നോയ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഒരാളൊന്ന് ഉറക്കെ വായിക്കുക, ബാക്കിയുള്ളവരൊക്കെ മൈൻഡിൽ റീഡ് ചെയ്യുക. റീജ, പങ്കജ് ഒന്ന് വായിക്കാമോ? റീജ. വായിക്കാം. ആ. Sender may create noise if he discern as event incorrectly. The second one, the encoding process may contain noise if faulty symbols are selected to represent the idea. Third one, the channel may contain noise that prevent the message from getting through exactly. Fourth one, the receiver may decode the message incorrectly or misrepresent the meaning. എന്താ മനസ്സിലായത് വായിച്ചപ്പോ റിജിക്ക്? First one, sender may രീതിയാണ് പറയുന്നത് അവിടെ കേട്ടോ, നോയ്സുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ആ, പറഞ്ഞോളൂ. The sender may create noise if the discern an event incorrectly. സെൻഡർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ചിലപ്പം നോയ്സ് കാരണം കൺവേ ചെയ്യുമ്പോൾ കറക്റ്റ് മീനിങ്ങിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വരും. അങ്ങനെയാണോ മാം? അതായത് നമ്മൾ സെൻഡർ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിൽ അത് നോയ്സ് ആയിട്ട് വരാറുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ്, ഞാൻ നിങ്ങളോട് ഇപ്പൊ ഒരു തെറ്റായിട്ടുള്ള മെസ്സേജ് ആണ് പറയുന്നതെങ്കിൽ അത് നോയ്സ് ആയിട്ട് കണക്കാക്കാറുണ്ട്. അതുപോലെ തന്നെ സെൻഡർ ഉപയോഗിക്കുന്ന പലതരം, അതായത് സെൻഡർ ഉപയോഗിക്കുന്ന മെസ്സേജുകളിൽ ചിലപ്പോൾ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ അയക്കുമ്പോൾ പല സിമ്പിൾസ് ഒക്കെ അയക്കാറില്ലേ, സെൻഡ് ചെയ്യാറില്ലേ റിസീവർക്ക്? സെൻഡ് ചെയ്യാറുണ്ട് അല്ലെ. ആ, അപ്പോ ഇമോജീസ് ഒക്കെ നമ്മൾ അയക്കുമ്പോൾ അതൊന്ന് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാല്, ഇപ്പൊ നമ്മൾ സ്മൈലി എന്ന് പറയുന്ന ആ ഒരു ഇമോജിക്ക് പകരം വേറെ നമ്മൾ സാഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇമോജി ആണ് അയക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് റിസീവർ അത് മനസ്സിലാക്കി എടുക്കുക? തെറ്റായിട്ടുള്ള ഒരു സന്ദേശമല്ലേ അവിടെ എത്തുന്നേ, കറക്റ്റ് ആയിട്ടാണ് അവിടെ മെസ്സേജ് പോകുന്നേ? അല്ല അല്ലെ. അതായത് സെൻഡറിന് എന്ത് വരാം ചിലപ്പോ, അതായത് അയക്കുന്ന ആളിന് ചിലപ്പോ മെസ്സേജ് അതിനകത്ത് കണ്ടന്റ് എന്താണോ അത് ശരിയായ രീതിയിൽ അയക്കാൻ പറ്റാതെ വരിക. ഓക്കെ, തെറ്റായിട്ടുള്ള സിമ്പിൾസോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള മെസ്സേജുകളോ അയക്കുക, അത് നോയ്സിന് കാരണമാകാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കേവലം പുറത്തുനിന്നുള്ള ശബ്ദങ്ങള് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് മാത്രമല്ല നോയ്സ്, പകരം സെൻഡർ അയക്കുന്ന മെസ്സേജിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ അത് റിസീവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള മീനിങ്ങിലായിരിക്കും. ഓക്കെ, അപ്പോ അയക്കുന്ന ഇമോജീസ് ആയാലും മെസ്സേജുകളായാലും കറക്റ്റ് ആയിട്ട് അയച്ചാൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവുകയുള്ളൂ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും, ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും സെൻഡർ അയക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അതിനകത്ത് നിന്ന് എങ്ങനെയാണ് നോയ്സ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ദ ചാനൽ മേ കണ്ടെയ്ൻസ് നോയ്സ് ദാറ്റ് പ്രിവെന്റ്സ് ദ മെസ്സേജ് ഫ്രം ഗെറ്റിംഗ് ത്രൂ എക്സാക്ട്ലി. ഇവിടെയാണ്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള നോയ്സ് ആണ് ഇവിടെ പറയുന്നത്. അതായത് മെസ്സേജ് സെൻഡർ അയക്കുമ്പോൾ ആ ചാനലിൽ അല്ലെങ്കിൽ ഏതാണോ മീഡിയം അതിൽ പലതരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള, അതിലേക്ക് ഒരാളിന്റെ ഒരു ഇടപെടലാകാം, ഇന്ററാക്ഷൻ ആകാം, അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള എന്തെങ്കിലും തകരാറുകളാകാം. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, നോയ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, ദ റിസീവർ മേ ഡീകോഡ് ദ മെസ്സേജ് ഇൻകറക്ട്ലി ഓർ മിസ്റെപ്രസെന്റ് ദ മീനിങ്. ഓക്കെ, അതായത് സെൻഡർ അയക്കുന്ന മെസ്സേജ് റിസീവർ, അതായത് സ്വീകരിക്കുന്ന ആള് തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അതും നോയ്സിന് കാരണമാകാറുണ്ട്.
അപ്പോ 4 തരത്തിലാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, അയക്കുന്ന മെസ്സേജ് കറക്റ്റ് അല്ല എങ്കിൽ, അതുപോലെ തന്നെ മെസ്സേജുകളുടെ കൂടെ അയക്കുന്ന സിംബൽസുകൾ, ഇമോജീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ല എങ്കിൽ അത് നോയ്സ് ആയിട്ട് പരിഗണിക്കാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയക്കുന്ന മീഡിയം എന്താണോ അതിൽ ഡിസ്റ്റർബൻസ് വരുമ്പോൾ അതും നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലാസ്റ്റ് വൺ, റിസീവർ തെറ്റായിട്ടാണ് ഒരു മെസ്സേജ് മനസ്സിലാക്കുന്നതെങ്കിൽ അതും നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. Then next one, steps of communication. ആരാണ് വായിക്കുക? Steps of ഞാൻ communication. തന്നെ വായിക്കാം മാം. അസ്മി വായിക്കൂ. അസ്മി. ഇത് റീം റീം എന്ന് പറയുന്ന പേരെന്താ? ഒരു മിനിറ്റ്. റീം റീം. ഫെബിന. ഫെബിന. ആ ഓക്കെ ഓക്കെ. അസ്മി വായിച്ചോളൂ. Okay, ma'am. Steps of communication. The word communication is derived from the Latin word derived കേട്ടോ, ഉത്ഭവിച്ചത്. derived ഒന്ന് Okay, the തിരുത്താം. mistake it is derived from അതാണ് എളുപ്പം. ഓക്കെ. okay. From the Latin word community, which means common. Hence, communication is sharing common experiences with others. Communication defines the process of passing ideas or feeling from one person to another. Communication involves at least two persons, a sender and a receiver. One person alone cannot communicate. Only a receiver closes the communication circuit. Effective communication involves passing on ideas at both information and understanding levels. A student may hear a teacher and gather information but not understand what has been communicated. The factors crucial to effective communication are empathy and feedback. എന്താ മനസ്സിലായത് അസ്മിക്ക് വായിച്ചപ്പോ? മാം ഒരു മിനിറ്റ്, ഞാനിപ്പോ പറയാം. കുട്ടി കരഞ്ഞോണ്ടിരിക്കാതാ. ഓക്കെ, എന്നാ വേറെ ആരെങ്കിലും പറഞ്ഞാ മതി. അസ്മി പറയണം എന്നില്ല, വേറൊരാൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. ആരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ? ഞാൻ ഓക്കെ, റീജ. പനിയാണ് 2 ദിവസമായിട്ട്, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, റീജ പറഞ്ഞു. സോറി മാം. റീജ പറഞ്ഞോളൂ കേട്ടോ. The word communication is derived from the Latin word community, which means common. The communication എന്നുള്ള വേർഡ് ഉത്ഭവിച്ചത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കോമൺ, അത് ഉദ്ദേശിച്ചത് കോമൺ, പൊതുവായിട്ടുള്ളത് എന്നുള്ളൊരു വാക്ക്, ഒരു മീനിങ് നിന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ഉത്ഭവിച്ചത്. അത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നത്. Hence, communication is sharing common experience with others. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഷെയറിങ് കോമൺ എക്സ്പീരിയൻസ്, പൊതുവായിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Communication defines the process of passing ideas or feeling from one person to another. കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് പാസിങ് ഐഡിയാസും ഫീലിങ്സും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുക അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുക എന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ്. കമ്മ്യൂണിക്കേഷനിൽ മിനിമം, അതായത് ഏറ്റവും ആദ്യം വേണ്ടത് 2 വ്യക്തികളാണ്. എ സെൻഡർ ആൻഡ് എ റിസീവർ. ഒരു സെൻഡറും ഒരു റിസീവറും, ഒരു അയക്കുന്ന ആളും ഒരു സ്വീകരിക്കുന്ന ആളും. 1 പേഴ്സൺ അലോൺ കാനോട്ട് കമ്മ്യൂണിക്കേറ്റ്. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓൺലി എ റിസീവർ ക്ലോസസ് ദ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്. ഒരു ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ആൾക്ക് മാത്രമായിട്ട് ആ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കില്ല. Effective communication involves passing on ideas at both information and understanding level. ഒരു ഫലപ്രദമായ കമ്മ്യൂണിക്കേഷനിൽ വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഐഡിയാസ് അങ്ങോട്ടേക്കും അതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പാസ് ചെയ്യുന്ന
രണ്ടാളും ഏകദേശം സമാനമായ ആൾക്കാരാണെങ്കിൽ മാത്രമേ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ വേണ്ടിയിട്ട് തുല്യമായ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ മാത്രമേ എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുള്ളൂ. എ സ്റ്റുഡൻറ് മേ ഹിയർ എ ടീച്ചർ ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ ബട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്. ഒരു കുട്ടിക്ക് അവന്റെ ടീച്ചർ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ദ ഫാക്ടേഴ്സ് സർക്കുലർ ഓർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആർ എംപതി ആൻഡ് ഫീഡ്ബാക്ക്. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എംപതിയും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എംപതി മീൻസ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവല്ലേ? എംപതിയും അതിനനുസരിച്ച് അവർ നൽകുന്ന ഫീഡ്ബാക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ പൂർണ്ണമാകുകയുള്ളൂ. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ റീജി ഇപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ അല്ലെ. അതിനകത്ത് ആദ്യം വരുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിറ്റി വിച്ച് മീൻസ് കോമൺ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ലാറ്റിൻ വേർഡ് ആണ്. ഓക്കെ, ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ആ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അതാണ് അതിന്റെ ഇത് വരുന്നത്. അതിന്റെ മീനിങ് വരുന്നത് കോമൺ എന്നാണ് കേട്ടോ. അപ്പോ ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിറ്റി വിച്ച് മീൻസ് കോമൺ. കോമൺ എന്ന് പറഞ്ഞാൽ പൊതുവായതെന്നാണ് അർത്ഥം. പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ്, കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയാസ് ഓഫ് ഫീലിംഗ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് നമ്മളിലുള്ള ഐഡിയാസും അതുപോലെ തന്നെ ഫീലിംഗ്സും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്യുന്നതിനെയും നമുക്ക് എന്ത് വിളിക്കാം? കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോ ആ വേർഡൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത പാരാഗ്രാഫിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതില് രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. മിനിമം രണ്ട് വ്യക്തികളെങ്കിലും ഉണ്ടായിരിക്കണം. അത് ഒരാള് സെൻഡർ ആണ്, ഒരാള് റിസീവർ ആണ്. ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കണം. ഒരാള് വെറുതെ നിന്ന് സംസാരിച്ചാൽ അത് കമ്മ്യൂണിക്കേഷൻ ആവോ? ഇല്ല അല്ലെ. അപ്പോ രണ്ട് വ്യക്തികൾ, രണ്ട് പേഴ്സൺസ് എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റിസീവർ, അതായത് ഒരു റിസീവർക്കായാലും സെൻഡർക്കായാലും എന്ത് ചെയ്യാൻ പറ്റില്ല? തനിയെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സെൻഡറുടെ ഓപ്പോസിറ്റ് ആയിട്ട് റിസീവറും റിസീവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സെൻഡറും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐഡിയാസ് അതല്ലെങ്കിൽ ഇൻഫോർമേഷൻ അതൊക്കെ പാസ് ചെയ്തിട്ട് മറ്റുള്ളവരത് മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ്. നമ്മൾ ഒരാളോട് കാര്യം പറഞ്ഞു, ഞാനിപ്പോ നിങ്ങളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾക്കത് ശരിയായി മനസ്സിലായില്ലെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റണം. എന്നാൽ മാത്രമാണ് അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എക്സാമ്പിൾ വെച്ചിട്ട്, ഒരു സ്റ്റുഡന്റ് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കേട്ടെന്നിരിക്കാം, പക്ഷെ അത് ആ കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ആവില്ല. ചെവി കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കേൾക്കാം അല്ലെ. ഒരാള് പറയുമ്പോ നമ്മുടെ അടുത്ത് വന്ന് ചിലപ്പോ പലവരും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. ചിലപ്പോ നമ്മള് ചില കാര്യങ്ങൾ മാത്രം അത് ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുണ്ട് ഇതിനകത്ത്. ആളുകളെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കാത്തവര് ഉണ്ടാവും. നമ്മൾ ചിലപ്പോ ഭയങ്കരമായിട്ട് തിരക്കില് പെട്ടിരിക്കുന്ന ഒരു സമയമാവാം, നമ്മളല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു സമയമാവാം. അപ്പൊ മറ്റുള്ളവര് വന്ന് നമ്മളോട് വെറുതെ കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ അതിനകത്ത് എല്ലാരും നമ്മള് കേൾക്കണം എന്നില്ല. നമ്മളിങ്ങനെ ചിലപ്പോ ആക്ഷൻ കാണിക്കാൻ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കാം, പക്ഷെ ചിലപ്പോ അത് നമ്മൾക്ക് മനസ്സിലാകണം എന്നില്ല. ഓക്കെ, അപ്പോ ഇവിടെ അതുപോലെ തന്നെയാണ്. ഒരു ടീച്ചർ ക്ലാസ് റൂമില് സ്റ്റുഡന്റിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. ചിലപ്പോ ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും. സ്റ്റുഡന്റ് അത് കേൾക്കുന്നുണ്ടാകും,
ഓക്കെ, ഫേസ് ടു ഫേസ് ആയിരിക്കും ഇരിക്കുക ചിലപ്പോ, പക്ഷെ അത് ആ സ്റ്റുഡന്റിന് മനസ്സിലാവണം എന്നുണ്ടാവില്ല. അപ്പോ അത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരെ മനസ്സിലാക്കിയെടുക്കാൻ, അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഫീഡ്ബാക്ക് അല്ലെ, ഒരു സഡൻ ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കാനും കഴിയും. ഓക്കെ, അതും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഓക്കെ, ഒരാളിപ്പോൾ ഒരാളോട് ഒരു കാര്യം വന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അപ്പൊ തന്നെ ഒരു റെസ്പോൺസ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്തായാലും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്തായാലും ഒക്കെ കുട്ടികളെ നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ചില കുട്ടികൾ മാത്രമായിരിക്കും ചിലപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അല്ലെ, മറ്റു കുട്ടികളൊക്കെ വേറെ പല ചിന്തകളിലൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് എത്ര കുട്ടികളാണ് നമ്മളെ ശ്രദ്ധിക്കുന്നതെന്ന് അല്ലെ. അവരുടെ ഭാഗത്ത് നിന്നാണ് സഡൻ റെസ്പോൺസ് ഉണ്ടാവുക. ഓക്കെ, സഡൻ റെസ്പോൺസ് ഇല്ലാത്തത്, അതായത് ഡിലേ ആവുമ്പോഴാണ്, കമ്മ്യൂണിക്കേഷൻ ഡിലേ ആവുമ്പോഴാണ് ആ റെസ്പോൺസ്, അതായത് മനസ്സിലാക്കി എടുക്കാനുള്ള പ്രയാസം വരും ചില കുട്ടികൾക്ക് കേട്ടോ. അപ്പോ അവിടെ നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവണം എന്നില്ല. അപ്പോ അങ്ങനെയുള്ള കുട്ടികളെ മനസ്സിലാക്കി എടുക്കുന്നത് വരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എല്ലാ കുട്ടികൾക്കും മനസ്സിലാവണമല്ലോ, ഒരാൾക്ക് മാത്രം മനസ്സിലായാൽ അതൊരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആവില്ല. ആ പഠിക്കുന്ന ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം, മനസ്സിലാക്കി കൊടുത്തിരിക്കണം. അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലെ, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾക്കാകുന്ന വിധം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളമാണ് മനസ്സിലായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാസ്സിലെ മൊത്തം ഫീഡ്ബാക്ക്, ഇപ്പോ ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ ക്ലാസ്സിലും ഞാൻ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും പാരഗ്രാഫ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പേജ് കഴിയുമ്പോഴോ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്പ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ പറയും മിസ് മിസ് എന്ന് പറയും. അപ്പോ അതൊരു സഡൻ റെസ്പോൺസ് ആണ്. അതിന്റെ അർത്ഥം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ക്ലിയർ ആയി എന്നുള്ളതിന്റെ തെളിവാണത്. ഓക്കെ, അത് മാത്രമാണ് അതിന്റെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു വേയിൽ കൂടിയാണ് കറക്റ്റ് ആയിട്ടൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? Then components in communication കേട്ടോ, അതൊന്നും ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഞാൻ വായിക്കാം മാഡം. ആ, ഓക്കെ. Components in communication. Communication is always made with some purpose. This purpose of communication is encoded in the message and echoed to its destination, where it is decoded and a response made. There are essentially. The first step is ideation. Ideation by the sender, who must create an idea or choose a fact to communicate. The idea or fact is the content of communication. It is the basis of his message. The second step is encoding. Here the sender organizes his idea into a series of symbols. He organizes his message to ensure the rationality and coherence. In this step, he also select the appropriate medium. എന്താ പറയുന്നത് ഇവിടെ? നമ്മൾ നേരത്തെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് എന്ന് പറയുന്നത്, അതായത് മെസ്സേജുകൾ എൻകോഡ് ചെയ്യുക, അത് സെൻഡർ എൻകോഡ് ചെയ്യുക, റിസീവർ അത് ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ തുടക്കം എന്ന് പറയുന്നത് സെന്ററിനുള്ള ആശയങ്ങൾ, അതായത് ഒരാൾക്ക് സെന്റർ, അതായത് പറയുന്ന ആൾക്ക് പലതരത്തിലുള്ള ഐഡിയാസ് ഉണ്ടാകാം, പലതരത്തിലുള്ള തോട്ട്സ് ഉണ്ടാകാം. അതെങ്ങനെയും റിസീവറിനെ മനസ്സിലാക്കുക എന്നുള്ള ഇതാണ് കമ്മ്യൂണിക്കേഷന്റെ ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, അപ്പോ സെൻഡർ എന്ന് പറയുന്ന ആള് മെസ്സേജുകൾ എൻകോഡ് ചെയ്യുകയും അത് റിസീവർ ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അതിനിടയിൽ മീഡിയം ചാനൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അത്രയുമാണ് അതിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ, കാരണം നമ്മളൊക്കെ ഇത് ചെയ്യാനുള്ള ആളുകളാണ് അല്ലെ. നിങ്ങളൊക്കെ തന്നെയും ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ടും അതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ പോകേണ്ടി ഉള്ള ആളുകളാണ്. അപ്പൊ എന്താണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ഏതൊക്കെ രീതിയിലാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് ആ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഭാഗത്തിലെ 3 പോയിന്റുകള്, അതായത് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, ദെൻ റൈറ്റിംഗ് ആൻഡ് റീഡിങ്. ഇത് 3 കാര്യങ്ങളും ഒന്ന് മൈൻഡിൽ ആദ്യം നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് വായിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യട്ടോ. ഫാത്തിമത്ത് മഹ്ജിന വായിച്ചോ? വായിച്ചു. ഒന്ന് റീഡ് ചെയ്യാമോ? സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് കേട്ടോ. Okay. Speaking and listening. The teacher speaks or gives information respecting subjects or manners or morals, and the students are listening to the teacher. She should give her views in a clear manner. Here, the teacher is the speaker and the students are the listeners. Speaking is one of the quickest, simplest, and most direct ways of communication.
The ability to speak completely is a skill that can be learned. Today, teachers spend 85% of the class time speaking. എന്താ പറയുന്നേ? എക്സ്പ്ലനേഷൻ എന്താ? പറയാം മാം. Teacher speaks or gives information respecting subjects or manners or morals. ടീച്ചർ കൊടുക്കുന്ന ഇൻഫർമേഷനും എന്താണ്? ടീച്ചറാണ് സ്പീക്കറും സ്റ്റുഡൻസ് ലിസണറും ആണ്. ടീച്ചർ കുട്ടികൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. ഇവിടെ ടീച്ചർ സ്പീക്കറും കുട്ടികൾ ലിസണറും ആണ്. സ്പീക്കിംഗ് ഈസ് വൺ ഓഫ് ദ ക്വിക്കസ്റ്റ്. സ്പീക്കിംഗ് എന്ന് പറയുന്നത് പെട്ടെന്നും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതും പിന്നെ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ഡയറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷനും ആണ്. സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്. മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലാണത്. ഒരു ടീച്ചറിന്റെ 85% ക്ലാസ്സിൽ ടൈം സംസാരിക്കാനാണ് ഉപയോഗിക്കുന്നത്. വെരി ഗുഡ്. അപ്പോ ഇവിടെ സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നിങ്ങള് ചെറുപ്പത്തിൽ അല്ലെ? നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സും പിന്നെ വലിയ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണ് അല്ലെ? കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പഠന രീതി എന്താ? ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ? സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് അല്ലേ? ആണോ? അതെ. യെസ്. അതായത് ഇവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നു? ചില ഇൻഫോർമേഷൻസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നു. അത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? അവരെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ചില സാൻമാർഗികപരമായിട്ടുള്ള ചില മൊറൽസ് എന്താ പറയുക, ചില മൂല്യങ്ങൾ, അതായത് ചില വാല്യൂസ് ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ടീച്ചർ സംസാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ക്ലാസ് റൂം ഒന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ ഒരു ടീച്ചർ വന്ന് ഒരു ബുക്ക് പിടിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ആ ബുക്ക് നോക്കി അല്ലെങ്കിൽ ബുക്ക് ടേബിളിൽ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ചില മൊറൽസും എന്ത് ചെയ്യാണ്? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഒരു 60 കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ 60 കുട്ടികൾ എന്ത് ചെയ്യുന്നു? ടീച്ചറെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ടീച്ചറെ ശ്രദ്ധിച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ടീച്ചറിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ക്ലിയർ ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഒരു ചാപ്റ്റർ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതോടുകൂടി ആ ടീച്ചറിന്റെ കാഴ്ചപ്പാടുകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർ കുട്ടികൾക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് സ്പീക്കറാണ്. അതായത് ടീച്ചറാണ് ഇവിടെ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആള്. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ലിസണർ ആണ്. ഇവിടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്? ടീച്ചർ പറയുന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ ഏറ്റവും വേഗത്തിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്നതും ഏറ്റവും വേഗത്തിൽ നടക്കുന്നതും എന്താണ്? സ്പീക്കിംഗ് ആണ്. ഓക്കെ, ഏറ്റവും വേഗത്തിൽ നടക്കും കേട്ടോ. ഓക്കെ, ആ ഒരു കമ്മ്യൂണിക്കേഷനും സ്പീക്കിംഗ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സംസാരിക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അതൊരു എന്താ പറയാ ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്കൊരു കാര്യം പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും കഴിയും. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധാരാളം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുക അല്ലെ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ? അപ്പോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഇതിനു മുമ്പേ തന്നെ നിങ്ങളുടെ ക്ലാസ്സിന് മുമ്പേ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് അതൊരു എബിലിറ്റി തന്നെയാണ്. അത് എല്ലാവർക്കും കിട്ടണം എന്നില്ല. ഓക്കെ, എല്ലാവർക്കും അത് കിട്ടണം എന്നില്ല. എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കുമാണ്, പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, അവർക്കുമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ള എബിലിറ്റി ഉള്ളത്. ശരിയല്ലേ ഞാൻ പറയുന്നേ?
ശരിയാണല്ലേ? ആ, ഓക്കെ. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക ആളുകളെ. ഓക്കെ, വോയിസ് മോഡുലേഷൻ ഒക്കെ പിന്നെ വരുന്നതാണ്. ചില ആളുകൾക്കാണ് നല്ല രീതിയിലുള്ള വോയിസ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ചിലവർക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ക്ലിയർ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരാള് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ, അവർക്കത് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് ടീച്ചിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് 85% ക്ലാസ് ടൈമിൽ സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമുക്ക് പറയാം ഒരു എന്താ പറയാ 3/4 മണിക്കൂറാണ് ക്ലാസ് ടൈം എങ്കിൽ, ഒരു പീരീഡ് 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ആണെങ്കിൽ അതില് ഭൂരിഭാഗവും അല്ലെങ്കിൽ കൂടുതൽ സമയം എന്ത് ചെയ്യാണ് ടീച്ചേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് അല്ലെ? അവര് വെറുതെ ഒന്നും നിൽക്കുന്നില്ല അല്ലെ? ആ സമയം മുഴുവൻ ഇപ്പൊ ഞാൻ 1 മണിക്കൂർ ഇവിടെ ഉണ്ട് അല്ലെ, നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ പറയിപ്പിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 85% ഇന്നത്തെ ടീച്ചർമാർ എന്ത് ചെയ്യുവാണ്, സംസാരിച്ചുകൊണ്ടേയിരിക്കുവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ 10 മണി തൊട്ട് അല്ലെങ്കിൽ ഒരു 9:45 തൊട്ട് വൈകുന്നേരം 3:30 4 മണി വരെ എന്ത് ചെയ്യുവാണ് ടീച്ചേഴ്സ്, എന്ത് ചെയ്യുവാണ്, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ ചില ടീച്ചർമാര് നമുക്ക് കാണാം മൈക്ക് ഉപയോഗിക്കും. എന്തിനാ മൈക്ക് ഉപയോഗിക്കുന്നേ? നല്ലോണം സ്ട്രെയിൻ എടുക്കാൻ കഴിയാതിരിക്കുമ്പോ ഉപയോഗിക്കുന്നു. സ്ട്രെയിൻ, അതായത് അധികം സ്ട്രെയിൻ വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ത്രോട്ടിന്. ടീച്ചേഴ്സിനൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് വോക്കൽ കോഡ് നൊഡ്യൂൾസ് എന്ന് പറയും. അതായത് സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ, നമ്മുടെ വോക്കൽ കോഡ് ഉണ്ടല്ലോ, അതിനകത്ത് നൊഡ്യൂളുകൾ വരും, ചെറിയ ചെറിയ കുരുക്കൾ പോലുള്ള സംഭവങ്ങൾ വരും സ്ട്രെയിൻ കൂടുതലാകുമ്പോൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഒരുവിധം വലിയ ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാല് നന്നായിട്ട് ചില ടീച്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല, സ്പീഡും ഉണ്ടാകും. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു സ്പീഡ് ഉണ്ട്, ആ സ്പീഡില് എനിക്കത് കുറയ്ക്കാനും പറ്റില്ല, അത് കൂട്ടാനും പറ്റില്ല. അപ്പൊ ആ ടീച്ചിങ് എന്ന് പറയുന്നത് വേറെ ആയി പോകും. ഓക്കെ, എന്റെ ഒരു ടീച്ചിങ് അല്ലാതെ വേറൊരു രീതിയിലായി പോകും അത്. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പിച്ച് ഉണ്ട്, അതുപോലെ തന്നെ സൗണ്ട് ഉണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു ക്ലാസ് എടുക്കുക. അപ്പൊ കൂടുതൽ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ പറയുന്ന ടീച്ചേഴ്സിന് മാത്രമാണ് എനിക്ക് തോന്നുന്നു നഴ്സറി പിള്ളേർക്ക് കൂടുതലായിട്ട് ഒച്ചയെടുക്കേണ്ട വരാൻ നമ്മൾ, കാരണം അവർ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അധികമായിട്ട് കുറേയധികം സബ്ജക്റ്റുകൾ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കുറേയധികം നേരം നമുക്ക് പറയേണ്ടൊന്നും ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. വലിയ ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് മൈക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. കുഞ്ഞു ക്ലാസ്സുകളിലെ നഴ്സറികളിലൊന്നും മൈക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങൾ മൈക്ക് ഉപയോഗിച്ച് ചെറിയ ക്ലാസ്സിൽ? കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലെ? കുറച്ച് വലിയ ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ മൈക്ക് ഉപയോഗിക്കുക. പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയാട്ടോ, എനിക്കുള്ളൊരു എക്സ്പീരിയൻസ്, ഞാൻ മൈക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോ പക്ഷെ നമ്മൾ എത്ര സ്ട്രെയിൻ നമ്മുടെ കുറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ശബ്ദം അതിനകത്തോട്ട് പുറത്തോട്ട് വരും. അതിപ്പോ നമ്മൾ മൈക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ള സൗണ്ട് എന്താണോ അതാണ് പുറത്തേക്ക് വരിക. എനിക്ക് അധികം കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും അതിനകത്ത് തോന്നിയിട്ടില്ല. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ മൈക്ക് ഉപയോഗിക്കുന്നവരായിരിക്കണം അത്രയും സ്ട്രെയിൻ കുറയുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അതാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്, സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്. എനിക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമാണോ, സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗ്? അതേ ഇഷ്ടമുള്ളൂ മാഡം, വർത്താനം പറയാനാ കൂടുതൽ ഇഷ്ടം. എന്താണ്? സംസാരിക്കാനാ അധികം ഇഷ്ടം. സംസാരിക്കാനാണ് അധികം ഇഷ്ടം അല്ലെ? ഓക്കെ, അപ്പൊ വേറൊരു കാര്യം വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മാറ്റി പറയരുത് എനിക്ക് ഇതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് വിഷ്വലൈസിംഗ് ആണ് ഇഷ്ടം. കാരണം പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും പെട്ടെന്ന് വിഷ്വലൈസിംഗ് ആണ് മൈൻഡിലേക്ക് പെട്ടെന്ന് കയറുക. അതെ അതെ, അപ്പൊ നമുക്ക് നോക്കാം വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ് നോക്കാം. ആരാണ് വായിക്കുക വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്? ഞാൻ വായിക്കാം. In this, the teacher shows some teacher aid or model of her efficient teaching. Picture, project, thought film, script, etc. Her students are the observe well and show the message. ടീച്ചർ എക്കോ വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ട് അല്ലേ?
വേറൊരാള് വായിക്കൂ, വേറൊരാള് വായിച്ചു നോക്കിയേ. വേറെ ആരാ വായിക്കാം? റീം ഒന്ന് വായിക്കാമോ? എന്താണ് പേര് മറന്നുപോയി. ഫാത്തിമ എന്നാണോ? ഫെബിന? Yes. ഓക്കെ, വായിച്ചോളൂ. Visualizing and observing. In this, the teacher shows some teacher aids or models for her efficient teaching, pictures, projects through film, strips, etc. Her students are they observe well and store the messages in their mind. In the teachers prepares and show proper visual thing. This type of communication contains showing along with telling or explanation. It എന്താ വയ്ക്കാം? ഏതാണ്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. അത് ആക്യുറേറ്റ് അങ്ങനെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. വായിച്ചോളൂ ആ വേർഡ്. Observation of what is showing rather than oral explanation. It occurs where the teacher wants to provide sensory impact and when he feels that the writing or spoken words may not be effective. The methods of transmission of ideas or information through drawings, models, dramatization, demonstration, films or television are examples of this type of communication. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ? എക്സ്പ്ലെയിൻ ചെയ്യണം. ടീച്ചർ എന്താ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അവർ പഠിപ്പിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലും സുഗമമാരാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് വിഷ്വലൈസേഷൻ. ഇതില് സ്റ്റുഡൻസ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ഈ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസ് എന്താ മെസ്സേജസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാണ്ടവർക്ക്. പിന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ടീച്ചേഴ്സ് നന്നായിട്ട് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ കാണിച്ചു കൊടുക്കുന്ന ഇതിലാക്കി ഒന്നും കൂടി വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. ടീച്ചേഴ്സിന് എന്തെങ്കിലും സെൻസറി ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിലോ റൈറ്റിംഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നില്ല തോന്നുമ്പോഴാണ് ഈ ഒബ്സർവേഷൻസിൽ കൊടുക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഡ്രോയിങ്, മോഡല്, എന്താ ഡ്രാമ, ഫിലിംസ്, ടെലിവിഷൻ അതിലൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അത്രേ ഉള്ളൂ. വേറെ ആർക്കെങ്കിലും പറയാമോ? അതന്നെയല്ലേ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാന് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരുമ്പോ അവരത് അതായത് പ്രൊജക്ട് വഴി യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാണ്. അപ്പൊ ഇതില് ടീച്ചർ എന്താ സ്റ്റുഡൻസ് അത് ഒബ്സർവ് ചെയ്യണ്ട്. പിന്നെ എന്താ ടീച്ചേഴ്സിന് ശരിയായിട്ട് എന്തെങ്കിലും ആ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ സ്റ്റുഡൻസ് മൈൻഡിൽ അത് മെസ്സേജസും കാര്യങ്ങളും മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ടീച്ചർ നല്ല പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ വിഷ്വൽസിന്റെ കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഒരു മെത്തേഡ് എവിടെയെങ്കിലും യൂസ് ചെയ്തത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ക്ലാസ്സിലൊക്കെ പ്രൊജക്ട് വഴിയൊക്കെ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഗാന്ധിജിയുടെ ഒക്കെ ജീവചരിത്രം ടീച്ചേഴ്സ് പറഞ്ഞെങ്കിൽ നമുക്കത് വിഷ്വൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പ്രൊജക്ട് വഴി കാണിച്ചിട്ടുണ്ട്. പ്രൊജക്ടർ ഉപയോഗിച്ചിട്ടല്ലേ? ഹിസ്റ്റോറിക്കൽ പ്ലേസസും കാര്യങ്ങളൊക്കെ. മാം, ഒരു ചെറുപുഞ്ചിരി എന്ന് പറയുന്ന ഒരു മലയാളം അതെല്ലാ സ്കൂളിലും കാണിച്ചു കൊടുക്കുമായിരുന്നു. ചെറുപുഞ്ചിരി, ഒരു ചെറുപുഞ്ചിരി ഉണ്ടല്ലോ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ, അത് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അത് സ്ക്രീൻ വെച്ച് കാണിച്ചു തന്നായിരുന്നു. സ്ക്രീനിലെടുത്ത് കാണിച്ചു തന്നായിരുന്നു അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങള് വിഷ്വലൈസ് ചെയ്തത് സ്കൂളുകളിൽ വെച്ചിട്ട്? പ്രൊജക്റ്റും സെമിനാർസ് എല്ലാം ചെയ്യുമ്പോ അതിന് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ
സ്ക്രീനിൽ പ്രൊജക്ട് വെച്ച് നമ്മള് പ്രൊജക്റ്റും സെമിനാറെല്ലാം നമുക്ക് സെൽഫായിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരാറില്ലേ? ആ സമയത്ത് സ്കൂളുകളിലെ പ്രൊജക്ടേഴ്സ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ +2 ഇംഗ്ലീഷില് നമുക്ക് സിനിമയെ പറ്റിയിട്ട്, സിനിമന്റെ തിരക്കഥ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തും ഇതേപോലെ സിനിമയെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സിനിമയെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? +1 മലയാളത്തില് ആ കായലരികത്ത് ആ പാട്ടില്ലേ, അത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ സിനിമയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏതാണ് സൽമ? ഏത് സിനിമയാ? ഓക്കെ. അത് ഒട്ടുമിക്ക സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണിക്കാറുണ്ട്, ചാർലി ചാപ്ലിൻ. പിന്നെ നമ്മൾ KG സ്റ്റുഡൻസിനെല്ലാം ചാർട്ട്, അതുപോലെ നമ്മളിപ്പോ ചെയ്യുന്ന കാർഡ്സ്, അതെല്ലാം ഈ വിഷ്വലൈസേഷനിൽ പെടൂലേ? അതെ. നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും കേട്ടോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മുടെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് ഡിഗ്രി കഴിഞ്ഞ ശേഷം വരുന്നതൊക്കെ ഈ പ്രൊജക്ട് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്നതിന് മെഡിക്കൽ ഫീൽഡ് കംപ്ലീറ്റ് പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടാണ്. ആണല്ലേ? അതെ, ഇന്റേണൽസ് ഓർഗനും എക്സ്റ്റേണൽ ഓർഗനും അതിന്റെ ഡിസീസും എങ്ങനെ സിംറ്റംസും കാര്യങ്ങളൊക്കെ എല്ലാം ഒക്കെ പ്രൊജക്ട് യൂസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നമുക്ക് ഈ പ്രൊജക്ടർ മാത്രമല്ല വരുന്നതിനകത്ത് നമുക്ക് പല പല ചാർട്ടുകൾ ഉൾപ്പെടുത്താം, ഡയഗ്രാംസ് ഉൾപ്പെടുത്താം. ഇതൊക്കെ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ് കേട്ടോ. ഓക്കെ, അതായത് കുട്ടികളെ കൂടുതലായിട്ട്, അതായത് എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ നിൽക്കും അല്ലെ? അതായത് നമുക്ക് 2 തരം മനസ്സുകളുണ്ട്, ബോധ മനസ്സും ഉപബോധ മനസ്സും. ഞാൻ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അധികം നേരം നിൽക്കില്ല. അത് ഉപബോധ മനസ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് അത് ലോങ് ടേം മെമ്മറി ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോ ഇത്തരത്തില് കുട്ടികളുടെ ബ്രെയിനില്, അതായത് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് സ്പീക്കിങ്ങിനേക്കാളും അല്ലെങ്കിൽ ലിസണിങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പെട്ടെന്ന് പാസ് ആകുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ഒരു കഥ നമ്മൾ വായിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾക്കത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് കുറെ അധികം നാൾ ഓർത്തിരിക്കുകയും ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയുകയും ചെയ്യും അല്ലെ? അപ്പൊ അത് പല ടൈപ്പ് ആളുകളാണ്. എല്ലാ കുട്ടികൾക്കും ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് പലതും ഓർമ്മയുണ്ടാവില്ല. മറിച്ച് അതൊരു സ്ക്രീനിലാണ് കാണിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അതൊരു സിനിമ പോലെ മനസ്സിൽ തങ്ങി നിൽക്കും അല്ലെ? അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഏതു കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മള് ഒരു കാര്യം, ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത്, ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇന്ത്യൻ എന്താ പറയാ, നമ്മുടെ ഇത് പഠിക്കാനുണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ ഇന്ത്യൻ ഭൂപ്രകൃതി, ആ ഒരു ഇതൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഭൂപടം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോ ഈ കുട്ടികൾക്ക് ആ ഒരു കാര്യം നമ്മൾ ബോർഡിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ മുഖേന നമ്മൾ കാണിക്കുകയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, മാപ്പ് മുഖേനൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും കുട്ടികൾക്ക്. കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കും അവിടെ. കേൾക്കുമ്പോഴെന്ന് വെച്ചാൽ ഒരു ടീച്ചർ ഇതിനെ കുറിച്ച് പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കുട്ടിയുടെ ബ്രെയിനിലേക്ക് കയറുന്നുള്ളൂ. മറിച്ച് ഈ ഒരു പിക്ചറാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോ ഇന്ത്യനെ കുറിച്ച് പഠിക്കണം, ഇന്ത്യയുടെ ക്യാപിറ്റൽസിനെ കുറിച്ച് പഠിക്കണം, അത് കറക്റ്റ് ആയിട്ട് ടീച്ചർ മാപ്പ് കൊണ്ടുവന്ന് ഓരോന്നും പോയിന്റ് ഔട്ട് ചെയ്ത് രേഖപ്പെടുത്തിയാണ് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, പറഞ്ഞു തീർന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാണ്? മാം എന്തോ കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം, അതിപ്പോഴല്ല കേട്ടോ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ. കാണിച്ചു തരുന്നത് നമ്മുടെ ക്ലാസ് കഴിയാറാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പ്രാക്ടിക്കൽസിനാണ് അത് കാണിച്ചു തരുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. സൈൻ ഔട്ട് ആരാണ്?
സൈൻ ഔട്ട്. സൈൻ ഔട്ട് ആരും ഇല്ലേ? മാം ഞാൻ ചെയ്യാം. ആ ഓക്കെ റോഷ്നി. ഗുഡ് മോർണിംഗ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ട്രെയിനിങ്ങിന് പോകുന്നവർക്കും പോവാതിരിക്കുന്നവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന അശ്വതി മിസ്. പിന്നെ നമുക്ക് എങ്ങനെ ക്ലാസ് റൂമിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിനെ കുറിച്ചും വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്ങിനെ കുറിച്ചൊക്കെ മാം പറഞ്ഞു തന്നു. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. താങ്ക് യു.